ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ട്രക്ചർ ഓഫ് സ്റ്റീലാണ് പഠിച്ചു കഴിഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്? അത് നിർവചനം ഇതാണ്. നിർവചനം സിംപ്ലിഫൈ ചെയ്തതാണ്. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് സ്റ്റീൽ ടു ഒബ്റ്റെയിൻ സം ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഈസ് കാൾഡ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ഒരു ഉദ്ദേശം ഇതാണ്. അതായത് നമ്മുടെ നിലവിൽ നമ്മൾ സ്റ്റീൽ മേക്ക് ചെയ്യുന്നു. അപ്പോൾ മീഡിയം കാർബൺ സ്റ്റീലാവാം, ഹൈ കാർബൺ സ്റ്റീലാവാം, അല്ലെങ്കിൽ അതിൽ അലോയ് സ്റ്റീലാവാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളത് എന്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാർബൺ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഹൈ കാർബൺ സ്റ്റീലിലേക്ക് അല്ലെങ്കിൽ ആ കാറ്റഗറിയിലേക്ക് മാറും. നമ്മൾ സ്റ്റീൽ മേക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിക്കലോ അല്ലെങ്കിൽ ക്രോമിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിക്കൽ സ്റ്റീലോ അല്ലെങ്കിൽ ക്രോമിയോ സ്റ്റീലോ അല്ലെങ്കിൽ ടങ്സ്റ്റൻ ക്രോമിയോ മനഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് സ്റ്റീലോ, അങ്ങനെ പല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി മാറും. പല ടൈപ്പിലുള്ള സ്റ്റീലുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു മെറ്റലിൻ്റെ അല്ലെങ്കിൽ ലോഹത്തിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടിയെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറ്റണം. ഒന്നുകിൽ കാർബൺ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കാർബൺ എടുത്ത് കളയണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അലോയിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ അത് ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ കോമ്പോസിഷൻ മാറ്റി എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് സാധാരണ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെ കോമ്പോസിഷൻ മാറ്റാതെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാം. അങ്ങനെ അതിൻ്റെ കോമ്പോസിഷൻ മാറ്റാതെ ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റീലിനെ അത് ഏതെങ്കിലും രീതിയിൽ ചൂടാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രീതിയിൽ തണുപ്പിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ ചൂടാക്കിയും തണുപ്പിച്ചും അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയും കുറച്ചും ഒക്കെ അതിൻ്റെ എന്ത് ചെയ്യുന്നു? പ്രോപ്പർട്ടിയെ വ്യതിയാനം വരുത്തുന്ന ആ ഒരു പ്രോസസ്സാണെന്ത്? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിർവചനം ഒന്നുകൂടെ വായിക്കാം. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് സ്റ്റീൽ ടു ഒബ്റ്റെയിൻ സം ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. അതായത് സ്റ്റീലിന് എന്ത് ചെയ്യുക? ഒന്നുകിൽ ചൂടാക്കുക അല്ലെങ്കിൽ ചൂടാക്കി തണുപ്പിക്കുക. അപ്പോൾ എന്തുകൊണ്ട്? ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണെന്ത്? ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളുണ്ട്. അല്ല, അഡീഷണൽ ആയിട്ട് കേസ് ഘടനയും പറഞ്ഞുകൊണ്ട് വേറൊരു ചില മെത്തേഡ്സുകളുണ്ട്. നമുക്ക് ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളെ പറ്റി ആദ്യം നോക്കാം. ഓക്കെ, അതായത് 4 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ. അത് ഒന്ന് അനീലിംഗ്. ഞാൻ ഓർഡർ ഒന്ന് മാറ്റിയിട്ടുണ്ട് എളുപ്പത്തിനായിട്ട്. അനീലിംഗ്, നോർമലൈസിങ്, ഹാർഡനിങ് ആൻഡ് ടെമ്പറിങ്. നമുക്ക് ഓരോന്നും എന്താണ് ആ പ്രോസസ്സെന്നും എന്താണ് പർപ്പസ് എന്നും നോക്കാം. ഓക്കെ, ഫസ്റ്റ് അനീലിംഗ് ആണ്. അനീലിങ്ങിന് 2 കോളം ഇട്ടിട്ടുണ്ട്. ഒന്ന് പർപ്പസ്, ഒന്ന് പ്രോസസ്സ്. പർപ്പസ് മീൻസ് അനീലിങ്ങിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അനീലിംഗ് എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ അനീലിംഗ് എന്ന പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അനീലിങ്ങിൻ്റെ പർപ്പസ് നോക്കാം. അനീലിങ്ങിൻ്റെ പർപ്പസ്, ഒന്നാമത്തെ പർപ്പസ് ടു സോഫ്റ്റൻ ദ സ്റ്റീൽ. അപ്പോൾ മെയിൻ പർപ്പസ് അത് തന്നെയാണ്. സ്റ്റീലിനെ എന്ത് ചെയ്യുക? സോഫ്റ്റൻ ചെയ്യുക, സ്റ്റീലിനെ സോഫ്റ്റ് ആക്കുക. അപ്പം അതെന്തിന് സ്റ്റീൽ സോഫ്റ്റ് ആക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്, ഉദാഹരണത്തിന് നമ്മളുടെ കയ്യിൽ കുറച്ച് ലോഹമല്ലോ അല്ലെങ്കിൽ കുറച്ച് മെറ്റലുണ്ട്, സ്റ്റീലുണ്ട്. ആ സ്റ്റീൽ കുറച്ച് ഹാർഡ്നെസ് കൂടുതലാണ്. അങ്ങനെ ഹാർഡ്നെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റീലിനെ എളുപ്പം കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മെഷീൻ ചെയ്യാനോ അല്ലെങ്കിൽ മില്ല് ചെയ്യാനോ ഗ്രൈൻഡ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റീൽ ഹാർഡാണെങ്കിൽ അതിന് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് മെഷീനബിലിറ്റി നടക്കത്തില്ല. അങ്ങനെ മെഷീനബിലിറ്റി വേണം, ഹാർഡ്നെസ് കുറയ്ക്കണം, കുറച്ച് സോഫ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അനീലിംഗ് ചെയ്യാം. അപ്പോൾ അനീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീൽ കുറച്ച് സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് ഈസി എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കട്ട് ചെയ്യാനും അതിനെ ഫോം ചെയ്യാനും അതിനെ മില്ല് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ മെയിൻ പർപ്പസ്. അത് തന്നെയാണ് ടു സോഫ്റ്റൻ ദ സ്റ്റീൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ സോഫ്റ്റൻ ചെയ്യുമ്പോൾ അതിന് മെഷീനബിലിറ്റി കൂടും സ്വാഭാവികമായിട്ടും. അതായത് സ്റ്റീൽ സോഫ്റ്റ് ആവുകയാണെങ്കിൽ അത് വേഗം എന്ത് ചെയ്യാൻ പറ്റും? മെഷീൻ ചെയ്യാൻ പറ്റും, വേഗം കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റീൽ സോഫ്റ്റൻ ചെയ്യുമ്പോൾ ടു ഇംപ്രൂവ് ദ മെഷീനബിലിറ്റി, അതിൻ്റെ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ആവുന്ന പർപ്പസാണ് ടു ഇംപ്രൂവ് ദ മെഷീനബിലിറ്റി അല്ലെങ്കിൽ കട്ട് ചെയ്യപ്പെടാനുള്ള കഴിവ് അതെന്ത് ചെയ്യുന്നു? നമുക്ക് ഇൻക്രീസ് ആവുന്നു. എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷീൻ ചെയ്ത് മാറ്റാൻ പറ്റും. ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി രണ്ടാമത്തെ പർപ്പസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റീൽ, ഹാർഡായിട്ടുള്ള സ്റ്റീൽ സോഫ്റ്റ് ആകുമ്പോൾ അവിടെ എന്തും കൂടാം? ഡക്റ്റിലിറ്റി കൂടാം. അപ്പോൾ മൂന്നാമത്തെ പർപ്പസ് നമുക്ക് അത് എഴുതാം, ടു ഇൻക്രീസ് ഡക്റ്റിലിറ്റി. അതായത് വലിച്ച് നീട്ടാനുള്ള കഴിവ്. ഡക്റ്റിലിറ്റി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറച്ച് കൂടും, മാലിബിലിറ്റിയും കുറച്ച് കൂടും. അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ടു ഇൻക്രീസ് ഡക്റ്റിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കൂടാൻ പറ്റും. ഓക്കെ, ഇത് മൂന്നുമാണ് പ്രൈമറി ആയിട്ടുള്ള അനീലിങ്ങിൻ്റെ പർപ്പസുകൾ. ടു സോഫ്റ്റൻ ദ സ്റ്റീൽ, ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ടു ഇൻക്രീസ് ഡക്റ്റിലിറ്റി. ഓക്കെ,
ബാക്കി രണ്ട് പർപ്പസുകളുണ്ട്. ഒന്ന് ടു റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ്, ടു റിഫൈൻ ഗ്രെയിൻ സൈസ്. ഈ രണ്ട് പർപ്പസുകളും അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, ഇപ്പോൾ നോക്കണ്ട. അപ്പോൾ അനീലിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസുകൾ ഇത് മൂന്നുമാണ്: ടു സോഫ്റ്റൻ ദ സ്റ്റീൽ, ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ടു ഇൻക്രീസ് ദ ഡക്റ്റിലിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പർപ്പസ് കഴിഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ അനീലിംഗ് എന്തിനു ഉപയോഗിക്കുന്നു? സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യുമ്പോൾ മെഷീനബിലിറ്റി കൂടുന്നു. സോഫ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഡക്റ്റിലിറ്റി എന്ത് ചെയ്യുന്നു? കുറച്ച് ഇൻക്രീസ് ആവുന്നു. ഓക്കെ, ഇനി ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അനീലിങ്ങിൻ്റെ പ്രോസസ്സ്. അനീലിങ്ങിൻ്റെ പ്രോസസ്സിൽ 3 പോയിൻ്റാണുള്ളത്. ആദ്യം ആ 3 പോയിൻ്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചൂടാക്കിയിട്ട് ആ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം വയ്ക്കുക, അതിനുശേഷം കൂൾ ചെയ്യുക. അപ്പോൾ എങ്ങനെ അത് ചെയ്യുന്നുള്ളത് നോക്കാം. പ്രോസസ്സ് 1: ഹീറ്റിംഗ് ദ സ്റ്റീൽ 30 to 50 degree above the critical range. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് സോക്കിംഗ് ഇറ്റ് ഫോർ സഫിഷ്യൻറ്റ് ടൈം. മൂന്നാമത്തത് കൂളിംഗ് വെരി സ്ലോലി വിത്തിൻ ദ ഫർണസ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ നോക്കാം. ആദ്യം ചെയ്യേണ്ട എന്താ? സ്റ്റീലിനടുത്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റീലിനൊരു ഫർണസിനകത്തേക്ക്, നമ്മൾ സാധാരണ ഫർണസ് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഫർണസിനകത്തേക്ക് കയറ്റി വയ്ക്കുന്നു, ചൂടാക്കുന്നു. എത്ര വരെ ചൂടാക്കുന്നു? 30 മുതൽ 50 ഡിഗ്രി വരെ ക്രിട്ടിക്കൽ റേഞ്ചിന് മുകളിൽ ചൂടാക്കുന്നു. അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ റേഞ്ച് എന്ന് പറയാനൊരു കാരണമുണ്ട്. അത് നമുക്ക് ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് അതിലേക്ക് പോകണ്ട. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക. സ്റ്റീൽ എന്ത് ചെയ്യുന്നു? 30 മുതൽ 50 ഡിഗ്രി വരെ ക്രിട്ടിക്കൽ റേഞ്ചിന് മുകളിൽ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റിംഗ് കഴിഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ വലിയൊരു പീസൊക്കെയാണ് ഹീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ടെമ്പറേച്ചർ എത്തിയാലും ആ പാർട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് ആ ടെമ്പറേച്ചർ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. അതിനാണ് സോക്കിംഗ്. രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. സോക്കിംഗ് ഇറ്റ് ഫോർ സഫിഷ്യൻറ്റ് ടൈം. അപ്പോൾ സഫിഷ്യൻറ്റ് ടൈം എന്ത് ചെയ്യുക? സോക്ക് ചെയ്യുക, അതായത് ആ ടെമ്പറേച്ചറിൽ നിലനിർത്തുക. അപ്പോൾ സോക്ക് ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഹീറ്റ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ പാർട്ടിലും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ സമയം, അതാണ് സോക്കിംഗ്. അപ്പോൾ സോക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ഹീറ്റ് ആവണമെന്നില്ല. അപ്പോൾ കുറേ സമയം എന്ത് ചെയ്യുന്നു? ഫർണസിനകത്ത് ആ ടെമ്പറേച്ചറിന് ശേഷം ആ ടെമ്പറേച്ചറിൽ ഫർണസിനകത്ത് കുറച്ച് സമയം എന്ത് ചെയ്യുന്നു? ആ പ്രോഡക്റ്റ് വയ്ക്കുന്നു. അങ്ങനെ വയ്ക്കുമ്പോൾ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? ഒരേപോലെ ഹീറ്റ് അപ്ലൈ ആവും. സോക്കിംഗ് മീൻസ് നമ്മൾ ഈ തുണി അലക്കാൻ കുതിർത്ത് വയ്ക്കുന്ന അത് ചിന്തിച്ചാൽ മതി. തുണി കുതിർത്തുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് സമയം വച്ചേക്കുമല്ലോ. എന്തിനാണ് വയ്ക്കുന്നത്? തുണിക്കകത്ത് ഈ വെള്ളവും ഡിറ്റർജൻറ്റും എന്ത് ചെയ്യാനാണ്? ഒരേപോലെ എല്ലായിടത്തും പറ്റാനാണ്. അതേപോലെ നമ്മൾ ചൂടാക്കിയ ലോഹത്തിനെ കുറച്ച് സമയം സോക്ക് ചെയ്യും, ആ ടെമ്പറേച്ചറിൽ കുറച്ച് സമയം വയ്ക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ഒരേപോലെ എന്ത് അപ്ലൈ ആവാനാണ്? ഹീറ്റ് അപ്ലൈ ആയി യൂണിഫോം ആവാനാണ്, യൂണിഫോമിറ്റി ഉണ്ടാവാനാണ്. അപ്പോൾ യൂണിഫോമിറ്റി ഉണ്ടായാലേ പ്രോപ്പർട്ടി എന്താവുള്ളൂ? യൂണിഫോം ആകത്തുള്ളൂ. അപ്പോൾ കുറേ സമയം ആ ടെമ്പറേച്ചർ വയ്ക്കുന്നു. അത് ഫർണസിനകത്താണ്, ഫർണസ് കയറ്റി വയ്ക്കുന്നു. ഇപ്പം ഒരു 760 760 ഹീറ്റ് ചെയ്യുന്നു. ആ ഹീറ്റിൽ കുറേ സമയം സോക്ക് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ കൂളിംഗ് ആണ് പ്രത്യേകത. അനീലിംഗ് ആണെന്നുണ്ടെങ്കിൽ കൂളിംഗ് വളരെ സ്ലോലി ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഫർണസിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഫർണസിനകത്തുനിന്ന് ഈ മെറ്റൽ എന്ത് ചെയ്യത്തില്ല? പുറത്തെടുക്കത്തില്ല. പകരം ഫർണസ് എന്ത് ചെയ്യും? അങ്ങ് ഓഫ് ചെയ്യും. ഫർണസ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ നിലനിർത്തും. ആ ടെമ്പറേച്ചർ നിലനിന്ന് വളരെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ? കൂളാവുള്ളൂ. അപ്പോൾ അനീലിംഗ് മീൻസ് വളരെ സ്ലോ കൂളിംഗ് ആയിരിക്കും. അത് മിക്കവാറും ഫർണസിന് അകത്തിന് വെച്ച് എന്ത് ചെയ്യുള്ളൂ? കൂളിയുള്ളൂ. എത്രയും സാവകാശം കൂടിയാവോ അത്രയും ഗ്രെയിൻസ് ഫൈൻ ആവുകയും അത്രയും സോഫ്റ്റ്നെസ് എന്ത് ചെയ്യുകയും ചെയ്യും? ഇൻഡ്യൂസ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് അനീലിംഗ്. അപ്പോൾ സംഭവം അനീലിംഗ് ഇത്രയേ ഉള്ളൂ. ആദ്യം ചൂടാക്കുക, ക്രിട്ടിക്കൽ റേഞ്ചിന് 30 മുതൽ 50 ഡിഗ്രി വരെ എബോവ് ഹീറ്റ് ചെയ്യുക, കുറച്ച് സമയം സോക്ക് ചെയ്യുക, അതിനുശേഷം വളരെ സ്ലോലി കൂൾ ചെയ്യുക. യൂഷ്വലി വിത്തിൻ ദ ഫർണസിനകത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ കൂൾ ചെയ്യാറുള്ളൂ. ഇത് ഫർണസിൻ്റെ കേസാണ്. പക്ഷേ ചില കേസുകളിൽ എപ്പോഴും നമുക്ക് ഫർണസ് ഉപയോഗിച്ച് ചൂടാക്കാൻ പറ്റണമെന്നില്ല. ഉദാഹരണത്തിന് നമ്മളിപ്പം ആലപ്പണിയുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ ആലപ്പണിക്കാരൻ, അപ്പോൾ പുള്ളിക്ക് ഫർണസ് ഒന്നും കാണത്തില്ല. പുള്ളിക്ക് ജസ്റ്റ് ഒരു ഹെർത്ത് അടുപ്പോടുത്ത സെറ്റപ്പ് മാത്രമേ കാണുള്ളൂ. കുറച്ച് കൽക്കരി എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് അനീലിംഗ് ചെയ്യാം. അപ്പോൾ അവിടെ അനീലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കൂൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്ലോലി കൂൾ ചെയ്യാനും അല്ലെങ്കിൽ എയറിൻ്റെ അസാന്നിധ്യത്തിൽ വളരെ സാവകാശം കൂൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർ കൂൾ ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഹോട്ടായിട്ടുള്ള കനലിനകത്തോ അല്ലെങ്കിൽ കുറച്ച് ചാമ്പലിനകത്തോ എന്ത് ചെയ്യും? ഈ ചൂടായ സാധനത്തിനെ മൂടിയിടും. അപ്പോൾ ചാമ്പൽ കൊണ്ടോ അല്ലെങ്കിൽ കനലുകൊണ്ടോ മൂടിയിടുമ്പോഴത്തേക്ക് അവിടെ കൂളിംഗ് റേറ്റ് എന്ത് ചെയ്യും? വളരെ സ്ലോ ആവും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എങ്ങനെയായാലും അനീലിംഗ് ആണെങ്കിൽ കൂളിംഗ് വളരെ വളരെ സ്ലോ ആയിരിക്കണം. അപ്പോൾ ഇതാണ് അനീലിങ്ങിൻ്റെ ഒരു പർപ്പസും അതിൻ്റെ പ്രോസസ്സും. ഇനി നമ്മൾ ഗ്രാഫ് നോക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ എന്ത് ചെയ്യും? കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അനീലിങ്ങിൻ്റെ ഗ്രാഫ്.
ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അയൺ കാർബൺ ഡയഗ്രം തന്നെയാണ് പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ. അവിടെ LCT കണ്ടോ, LCT ലൈൻ ഉണ്ട്, UCT ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, അതെല്ലാം ഉണ്ട്. ഇനി ഇവിടെ ഈ കാണുന്ന ഈ വിഡ്ത്ത് കൂടിയ ആ റേഞ്ചാണെന്ത് അനീലിങ്ങിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ നിർവചനത്തിൽ പറഞ്ഞില്ലേ, ഹീറ്റിംഗ് ദ സ്റ്റീൽ 30 to 50 ഡിഗ്രി എബോവ് ക്രിട്ടിക്കൽ റേഞ്ച്. അതവിടെ 2 വര വരാൻ കാര്യം, ഇതിൽ ഈ താഴത്തെ വര സൂചിപ്പിക്കുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാട്ടിയും 30 ഡിഗ്രി കൂടിയ ലൈനും, അത് കഴിഞ്ഞിട്ട് അടുത്തത് സൂചിപ്പിക്കുന്നത് 50. അതായത് ഈ 2 റേഞ്ചിനിടയ്ക്കായിരിക്കും എന്ത് വരുന്നത്, അനീലിംഗ് ടെമ്പറേച്ചർ വരുന്നത്. അത് 30 മുതൽ 50 വരെ. ഇത് 30 ലൈൻ, ഇത് 50 ലൈൻ, അത്രേ ഉള്ളൂ. ഇതാണ് ക്രിട്ടിക്കൽ റേഞ്ച്. ഓക്കെ, അപ്പോൾ അതാണ് ഷെയ്ഡ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ അകത്തായിരിക്കും എന്ത് വരുന്നത്, അനീലിംഗ് ടെമ്പറേച്ചർ നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ അനീലിംഗ് ചെയ്യേണ്ട ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഈ ഗ്രാഫ് നോക്കി വേറെ മനസ്സിലാവും. ഈ ഗ്രാഫിൽ ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീലിൻ്റെ കേസിൽ എന്താ ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീൽ 0.84-നെക്കാട്ടിയും % കുറഞ്ഞ സ്റ്റീൽ. ഓക്കെ, ഇവിടെ 85 എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് 84 എടുക്കാൻ തരും. അതാണ് ഹൈപ്പോയൂട്ടക്ടോയിഡ്. അപ്പോൾ ഹൈപ്പോയൂട്ടക്ടോയിഡിൻ്റെ സ്റ്റീലിൽ നമ്മൾ ആ ഹീറ്റിംഗ് നോക്കിയാൽ മനസ്സിലാവും. ഹൈപ്പോയൂട്ടക്ടോയിഡ് സ്റ്റീലാണെങ്കിൽ ഹീറ്റ് ചെയ്യുന്നത് എപ്പോഴും UCT അഥവാ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലായിരിക്കും. അതാണ് ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പക്ഷേ സെയിം ടൈം അത് ഹൈപ്പർ യൂട്ടക്ടോയിഡ് റേഞ്ചിലുള്ള സ്റ്റീലാണെങ്കിൽ നോക്കി അറിയാൻ പറ്റും, അവിടെ ഹീറ്റ് ചെയ്യുന്നത് LCTക്ക് മുകളിലായിരിക്കും. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ഈ നിർവചനത്തിനകത്ത് എബോവ് ദ LCT എന്നോ അല്ലെങ്കിൽ എബോവ് ദ UCT എന്നോ പറയാതെ എബോവ് ദ ക്രിട്ടിക്കൽ റേഞ്ച് എന്ന് മാത്രം പറഞ്ഞു വയ്ക്കാൻ കാര്യം എല്ലാ സ്റ്റീലിനും എപ്പോഴും UCTക്ക് മുകളിലോ അല്ലെങ്കിൽ എല്ലാ സ്റ്റീലിനും എപ്പോഴും LCTക്ക് മുകളിലോ അല്ല ഹീറ്റ് ചെയ്യുന്നത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി വയ്ക്കുക, ഹൈപ്പോ യൂട്ടക്ടോയിഡ് സ്റ്റീലിൻ്റെ കേസിൽ അനീലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് UCTക്ക് മുകളിലായിരിക്കും ഹീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഹൈപ്പർ യൂട്ടക്ടോയിഡ് സ്റ്റീലിൻ്റെ കേസിൽ അനീലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് LCTക്ക് മുകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്, ഇത് മനസ്സിലാക്കി വയ്ക്കുക. അതുകൊണ്ടാണ് നിർവചനത്തിൽ എബോവ് ദ ക്രിട്ടിക്കൽ റേഞ്ച് എന്ന് പറയാൻ കാര്യം. ഓക്കെ, ഇതാണ് ഗ്രാഫ് മനസ്സിലാക്കിയാൽ കുറേ കൂടുതൽ മനസ്സിലാവും. LCT UCT ലൈൻ 0.84-ന് മുമ്പാണെങ്കിൽ UCTക്ക് മുകളിൽ ഹീറ്റ് ചെയ്യുക, 0.84-ന് ശേഷമാണെങ്കിൽ LCTക്ക് മുകളിൽ ഹീറ്റ് ചെയ്യുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഗ്രാഫിൽ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൈപ്പർ യൂട്ടക്ടോയിഡ് സ്റ്റീലിൻ്റെ കേസിൽ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഏത് പെർസെൻറ്റേജുള്ള കാർബൺ ആയാലും അനീലിംഗ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലേ? കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ ഹൈപ്പോ യൂട്ടക്ടോയിഡ് സ്റ്റീലിൻ്റെ കേസിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് മാറുമ്പോൾ എന്തും ചേഞ്ച് ആവും, അനീലിംഗ് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ചേഞ്ചായി വരും. ആ കാര്യം ഇവിടെ സ്ലോപ്പ് കണ്ടു, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഇതാണ് അനീലിംഗ് ഇത്രയേ ഉള്ളൂ, പർപ്പസ് ഇത്രയേ ഉള്ളൂ. സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യുക, മെഷീനബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, ഡക്റ്റിലിറ്റി സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ആവും, അതും പർപ്പസ് തന്നെയാണ്. പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ഹീറ്റ് ചെയ്യുക 30 മുതൽ 50 ഡിഗ്രി വരെ ക്രിട്ടിക്കൽ റേഞ്ചിന് മുകളിൽ ഹീറ്റ് ചെയ്യുക. വ്യക്തമായി പറഞ്ഞാൽ ഹൈപ്പോയുടെ കേസിൽ അത് UCTക്ക് മുകളിലും ഹൈപ്പറിൻ്റെ കേസിൽ അത് LCTക്ക് മുകളിലും ആയിരിക്കും. എന്നാൽ കുറേ സമയം ആ ടെമ്പറേച്ചറിൽ സോക്ക് ചെയ്യുക. അതിനുശേഷം വളരെ എത്രയും സ്ലോയിൽ കൂൾ ചെയ്യാവോ അത്രയും സ്ലോയിൽ കൂൾ ചെയ്യുക. യൂഷ്വലി വിത്തിൻ ദ ഫർണസ് ആയിരിക്കും. ഫർണസിനകത്ത് എന്ത് ചെയ്യുള്ളൂ, സാധാരണ അത് കൂൾ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ അനീലിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് നോർമലൈസിങ് ആണ്. നോർമലൈസിങ് ആ വേർഡ് തന്നെ ഉണ്ട്, നോർമലാക്കുക. നോർമലൈസിങ് അതിൻ്റെ പർപ്പസ് ഞാൻ വായിക്കാം. ടു പ്രൊഡ്യൂസ് ഫൈൻ ഗ്രെയിൻ സൈസ് ഇൻ ദ മെറ്റൽ. ടു പ്രൊഡ്യൂസ് ഫൈൻ ഗ്രെയിൻ സൈസ് എന്ത് ചെയ്യുക, നേർപ്പിക്കുക, ഫൈനാക്കുക. രണ്ടാമത്തെ പർപ്പസ്, പ്രധാന പർപ്പസ് രണ്ടാമത്താണ്. ടു റിമൂവ് സ്ട്രെസ്സസ് മീൻസ് ഇന്റേണൽ തന്നെയാണ്. ടു റിമൂവ് ഇന്റേണൽ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് ഫോംഡ് ഇൻ ദ ഇന്റേണൽ സ്ട്രക്ചർ ഡ്യൂ ടു റിപ്പീറ്റഡ് ഹീറ്റിംഗ് ആൻഡ് അൺഈവൻ കൂളിംഗ് ആൻഡ് ഹാമറിംഗ്. മൂന്നാമത്തെ പർപ്പസ്, ടു പ്രിവെൻറ്റ് വാർപ്പിംഗ് എന്ന് അറിയാൻ ഡിസ്റ്റോർഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ, ടു പ്രിവെൻറ്റ് വാർപ്പിംഗ്. ലാസ്റ്റ്, ടു റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ എന്ത് ചെയ്യുക, റിഫൈൻ ചെയ്യുക. ഓക്കെ, സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു എക്സാമ്പിൾ എടുത്തോളൂ. ഇതൊരു വെൽഡഡ് ജോയിൻ്റ് ആണ്. നമുക്ക് ഇതേ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം
രണ്ട് പേരൻ്റ് മെറ്റലിനെ പരസ്പരം വെൽഡ് ചെയ്യുമ്പോൾ ഈ വെൽഡ് ചെയ്യപ്പെടുന്ന ഈ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് വളരെ കൂടുതലും പുറമേയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് വളരെ കുറവുമായിരിക്കും. തിരിച്ച് പറയുകയാണെങ്കിൽ ആഫ്റ്റർ വെൽഡിങ് ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന വെൽഡ് ബെഡിലുണ്ടാകുന്ന കോൺട്രാക്ഷൻ വളരെ കൂടുതലും പുറമേ ഉണ്ടാകുന്ന കോൺട്രാക്ഷൻ വളരെ കുറവുമായിരിക്കും. അപ്പം വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പീസാണ്. ഈ ഒരു സിംഗിൾ പീസായതിനു ശേഷം ആ സിംഗിൾ പീസിന് ഒരു ഭാഗത്ത് കൂടുതൽ കോൺട്രാക്ഷനും ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് കോൺട്രാക്ഷനും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുക, അതിനകത്ത് ഒരു ഇൻറ്റേർണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക. ആ ഇൻറ്റേർണൽ സ്ട്രെസ്സിൻ്റെ ഫലമായിട്ടാണ് ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഡിസ്റ്റോർഷൻ അഥവാ വാർപ്പിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ സ്ട്രെസ് ഉണ്ടായി, ഇൻറ്റേർണലി ബലം ഉണ്ടായി, അതിൻ്റെ ഫലമായിട്ടൊന്നുണ്ടായി ഡിസ്റ്റോർഷൻ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഇൻറ്റേർണൽ സ്ട്രെസ് എന്ത് ചെയ്യും, നിലനിൽക്കും. അതൊരു കേസ്. രണ്ടാമത് മറ്റൊരു കേസ്, നമ്മളൊരു മെറ്റലിനെ ഒരു ഹാമർ ചെയ്യുകയാണ്. അപ്പോൾ ഹാമർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഓരോ ലോഹത്തിനും അതിൻ്റെ ഇൻറ്റേർണലായിട്ട് അകമേ ഒരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ ബ്രിക്ഷേപ്പ് വരച്ചതേ ഉള്ളൂ, പല സ്ട്രക്ചറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ നമ്മൾ ഹാമറിങ് അല്ലെങ്കിൽ ഹാമറിനെ ബ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോഹത്തിൻ്റെ ഈ ഹാമറിൻ്റെ ബ്ലോ കിട്ടുന്ന ഭാഗത്തെ അകത്തെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യും, മാറിപ്പോവും. ഗ്രെയിൻ സ്ട്രക്ചർ ചേഞ്ച് ആവും. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇതെല്ലാം ഒറ്റ പീസാണ്. ഒരു ലോഹത്തിൽ തന്നെ എന്ത് ചെയ്യും, പല പ്രോപ്പർട്ടി വരും, പല സ്ട്രെസ്സ് വരും, പല ഗ്രെയിൻസ് വരും. അപ്പോൾ ഇതെല്ലാം അബ്നോർമലായി അല്ലെങ്കിൽ അബ്നോർമൽ കണ്ടീഷനായി. അപ്പോൾ ഇതിനെല്ലാം പഴയതുപോലെ അല്ലെങ്കിൽ യൂണിഫോമായിട്ട് അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നേരത്തെ എങ്ങനെയായിരുന്നോ ആ നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണെന്ത്, നോർമലൈസിങ് പ്രോസസ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പർപ്പസ് ഇതാണ്, ടു റിലീവ് അല്ലെങ്കിൽ ടു റെഡ്യൂസ്, ടു റിമൂവ് ഇൻറ്റേർണൽ സ്ട്രെസ്സസ്, ടു റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. ഇതാണ് എൻ്റെ മെയിൻ പർപ്പസ്. ഒന്നിനെ പർപ്പസ് വായിക്കാം. ഒന്നാമത്തെ എഴുതിയിരിക്കുന്നത് ടു പ്രൊഡ്യൂസ് ഫൈൻ ഗ്രെയിൻ സൈസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അനീലിങ്ങിൻ്റെ എഫക്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗ്രെയിൻ സൈസ് എന്തെങ്കിലും കുറച്ച് ഫൈൻ ഗ്രെയിൻ സൈസ് ആവും. പ്രധാന പർപ്പസ് ഇതാണ്, ടു റിമൂവ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് ഫോംഡ് ഇൻ ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഡ്യൂ ടു റിപ്പീറ്റഡ് ഹീറ്റിംഗ് ആൻഡ് അൺഈവൻ കൂളിംഗ് അല്ലെങ്കിൽ ഹാമറിങ്. നേരത്തെ പറഞ്ഞ സെയിം കാണിച്ച ഫിഗറാണ്. നമ്മൾ വെൽഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹാമർ ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന രൂപമാറ്റം, സ്ട്രെയിൻ്റെ ഫലമായിട്ടോ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ സംഭവിക്കുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു ലോഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ പല ഭാഗത്തും പല പ്രോപ്പർട്ടിയാവും, അല്ലെങ്കിൽ പല ഭാഗത്തും പല സ്ട്രക്ചറാവും. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്ത് യൂണിഫോമിറ്റി വരുത്താൻ, ഒരേപോലെ ആക്കാൻ, നോർമലാക്കാൻ എന്ത് സഹായിക്കുന്നു, നോർമലൈസിങ് സഹായിക്കുന്നു. പിന്നെ നമുക്കറിയാം ഇൻറ്റേർണൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്ക് കുറവ് എന്തുണ്ടാവും, ഡിസ്റ്റോർഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നോർമലൈസ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ സ്ട്രെസ് റിമൂവ് ആവുകയാണ്. അത് എന്ത് പ്രിവെൻറ്റ് ചെയ്യാം, നമുക്ക് വാർപ്പിംഗ് അഥവാ ഡിസ്റ്റോർഷൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് ടു റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ, ഗ്രെയിൻ സ്ട്രക്ചറിനെ റിഫൈൻ ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേപോലുള്ള ഗ്രെയിൻ സ്ട്രക്ചറാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതാണെന്ത് നോർമലൈസിങ്ങിൻ്റെ പർപ്പസ്. മെയിൻ പർപ്പസ് ഇത്രയാണ്, ടു റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ്, ടു റിഫൈൻ ഗ്രെയിൻ സ്ട്രക്ചർ. ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ സിമിലറാണ്. അനീലിങ്ങിന് ഏറെക്കുറെ അനീലിങ്ങിന് സിമിലറാണ് നോർമലൈസിങ്. ഓക്കെ, അവിടുത്തെ ഹീറ്റിംഗ് നോക്കിയേ. ഹീറ്റിംഗ് ദ സ്റ്റീൽ 30 to 40, 30 to 50 വെള്ളം കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സിൽ കിടന്നുകൊണ്ട് അത് ഇട്ടേ ഉള്ളൂ. 30 to 40 ഡിഗ്രി എബവ്, ശ്രദ്ധിക്കൂ, എബവ് ദ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. കാര്യം ഇവിടെ ഡയറക്റ്റ് പറയുന്നുണ്ട്, ക്രിട്ടിക്കൽ റേഞ്ച് അല്ല, പകരം അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് ഡയറക്റ്റ് പറയുന്നുണ്ട്. അത് ഗ്രാഫ് കാണാൻ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തത് സോക്കിംഗ് ഇറ്റ് ഫോർ സഫിഷ്യൻറ്റ് ടൈം, സെയിം അനീലിംഗ് സെയിം. പക്ഷേ കൂളിംഗ് നോക്കി, കൂളിംഗ് ഇൻ സ്റ്റിൽ എയർ ടു റൂം ടെമ്പറേച്ചർ. അതായത് ഇത് കൂൾ ചെയ്യുമ്പോഴത്തേക്ക് എയറിൻ്റെ സാന്നിധ്യത്തിൽ ആകാം, എയറിൻ്റെ സാന്നിധ്യത്തിൽ റൂം ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂൾ ചെയ്യാം. അതായത് സംഭവം പറഞ്ഞാൽ ആദ്യം ഫർണസിനകത്ത് വെച്ചിട്ട് 30 മുതൽ 40 ഡിഗ്രി വരെ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ ഹീറ്റ് ചെയ്യുന്നു. അതിനുശേഷം കുറേ സമയം ഫർണസിനകത്ത് വെച്ച് സോക്ക് ചെയ്യുന്നു. അതിനുശേഷം കൂൾ ചെയ്യുന്ന സമയത്ത് ഈ പീസ് എടുത്ത് എവിടെ വെച്ചാൽ മതി, എടുത്തങ്ങ് പുറത്ത് വെച്ചാൽ മതി. പുറത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അവിടെ എയറിൻ്റെ സാന്നിധ്യമുണ്ട്. എയറിൻ്റെ സാന്നിധ്യത്തിൽ സ്ലോ കൂളിംഗ് തന്നെയാണ്, വളരെ കുറച്ച് സ്ലോ ആയിട്ട് എന്ത് ചെയ്യുന്ന സാധനം കൂളായിട്ടൊക്കെ മാറുന്നു. അതാണ് കൂളിംഗ് ഇൻ സ്റ്റിൽ എയർ ടു റൂം ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് എന്ത് നോർമലൈസിങ്. അപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നോർമലൈസിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ഏറെക്കുറെ ആർക്ക് സമമാണ് അല്ലെങ്കിൽ ആർക്ക് സിമിലറാണ്, അനീലിങ്ങിന് ഏറെക്കുറെ സിമിലറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നോർമലൈസിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചില ഗുണങ്ങൾ എവിടെയും കിട്ടും, അനീലിങ്ങിനും കിട്ടും. അതുകൊണ്ടാണ് അനീലിങ്ങിൻ്റെ പർപ്പസിൻ്റെ അവസാനം ടു റിലീവ് ഇൻറ്റേർണൽ സ്ട്രെസ് എന്നും ടു റിഫൈൻ ഗ്രെയിൻ സൈസ് എന്നും എഴുതി വയ്ക്കാൻ കാര്യം നോർമലൈസിങ്ങിൻ്റെ അതേ എഫക്റ്റ്
അത്രത്തോളം ഇല്ലെങ്കിലും അതിനോട് ഏതുകൊണ്ട് അടുത്ത് എവിടെയും കിട്ടുന്നുണ്ട്, അനീലിങ്ങിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അനീലിങ് ചെയ്യുമ്പോഴും എന്താവാറുണ്ട്, കുറച്ച് ഇന്റേണൽ സ്ട്രെസ്സൊക്കെ റിലീവ് ചെയ്യാറുണ്ട്, ഗ്രെയിൻ സൈസൊക്കെ കുറച്ച് റിഫൈൻ ചെയ്യാറുണ്ട്, കാരണം രണ്ട് സിമിലർ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീലിങ്ങിൻ്റെ പർപ്പസിലും ആര് കയറി വരും, നോർമലൈസിങ്ങിൻ്റെ ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ ചില ഗുണങ്ങൾ എന്ത് ചെയ്യും, കയറി വരാറുണ്ട്. അതാണ് അനീലിങ്ങിൻ്റെ പർപ്പസിനകത്ത് ഇത് രണ്ടും കൂടി വരാൻ കാര്യം, ടു റിലീവ് ഇന്റേണൽ സ്ട്രെസ്സും ടു റിഫൈൻ ഗ്രെയിൻ സൈസ്. കാര്യം രണ്ടും സിമിലർ പ്രോസസ് ആയതുകൊണ്ടാണ്. പക്ഷേ ആക്ച്വലി ഇന്റേണൽ സ്ട്രെസ് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സ് നോർമലൈസിങ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫിലേക്ക് പോവാം. ഇതാണ് ഗ്രാഫ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് അതിൻ്റെ നിർവചനത്തിൽ ഈ ഒരു വേർഡ് പറയാൻ കാര്യം. ഹീറ്റിംഗ് ദ സ്റ്റീൽ 30 to 40 degree എബവ് ദ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയാൻ കാര്യം ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഈ ഗ്രാഫിൽ കണ്ടോ, ഈ ഗ്രാഫിൽ നോർമലൈസിങ്ങിൻ്റെ ഹീറ്റിംഗ് ആണെങ്കിൽ അതെപ്പോഴും അതിന് ഹൈപ്പോ ആയാലും ഹൈപ്പർ ആയാലും എപ്പോഴും യു സി ടിക്ക് എന്തായിരിക്കും, മുകളിലായിരിക്കും. നോക്കി അറിയാൻ പറ്റും, യു സി ടിക്ക് എപ്പോഴും മുകളിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയാൻ കാര്യം, നിർവചനത്തിൽ എബവ് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പ്രത്യേകിച്ച് സ്പെസിഫൈഡ് ആയിട്ട് എടുത്ത് പറയാനുള്ള കാരണം. ഓക്കെ, അനീലിങ്ങിന് സിമിലർ ആണെങ്കിലും ഇതാണ് വ്യത്യാസം കേട്ടോ. ഹൈപ്പറിൻ്റെ കേസിലും ഇവിടെ എന്തായിരിക്കും, യു സി ടിക്ക് മുകളിലായിരിക്കും. പക്ഷേ അനീലിങ്ങിൻ്റെ കേസിൽ ഹൈപ്പറിൽ എന്തായിരുന്നു, എൽ സി ടിക്ക് മുകളിലായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടായാലും എൽ സി ടി ആയാലും ഹൈപ്പോ ആയാലും ഹൈപ്പർ ആയാലും രണ്ടായാലും എന്തിന് മുകളിലായിരിക്കും, യു സി ടിക്ക് അത് മുകളിലായിരിക്കും. ഓക്കെ, ഇതാണ് സംഭവം. ബാക്കിയെല്ലാം ഈ ഗ്രാഫിൽ വരുന്നതാണ്, നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹാർഡനിങ്ങും ടെമ്പറിങ്ങുമാണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. തൽക്കാലം ഈ രണ്ട് പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അനീലിംഗ് ആൻഡ് നോർമലൈസിങ്. അനീലിങ്ങിൻ്റെ പർപ്പസ് ടു സോഫ്റ്റൻ ദ സ്റ്റീൽ, ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, ടു ഇൻക്രീസ് ഡക്റ്റിലിറ്റി, ടു റിലീവ് ഇന്റേണൽ സ്ട്രെസ്, ടു റിഫൈൻ ഗ്രെയിൻ സൈസ്. ലാസ്റ്റ് വന്ന രണ്ട് ബോണസാണ്, അത് നോർമലൈസിങ്ങിന് സിമിലർ ആയതുകൊണ്ട് കിട്ടുന്നതാണ്. പ്രോസസ്സ് ഹീറ്റിംഗ് ഓഫ് ദ സ്റ്റീൽ 30 to 40 degree എബോവ് ക്രിട്ടിക്കൽ റേഞ്ച്, അതായത് ഹൈപ്പോയുടെ കേസിൽ യു സി ടിക്ക് മുകളിലും ഹൈപ്പറിൻ്റെ കേസിൽ എൽ സി ടിക്ക് മുകളിലും. സോക്ക് ചെയ്യുക, വളരെ സ്ലോലി കൂൾ ചെയ്യുക. ഇൻസൈഡ് ദ ഫർണസിലായിരിക്കും കൂൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫർണസ് ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ആഷിൻ്റെ അല്ലെങ്കിൽ കരിയുടെ അകത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അത് കൂൾ ചെയ്യാൻ പറ്റും. അതിന് പയ്യെ കൂളാവുള്ളൂ. നോർമലൈസിങ് ആണ്. നോർമലൈസിങ് പറയുമ്പോഴത്തേക്ക് പർപ്പസ് ടു പ്രൊഡ്യൂസ് ഫൈൻ ഗ്രെയിൻ സൈസ്, ടു റിമൂവ് ഇന്റേണൽ സ്ട്രെസ് ഡ്യൂ ടു റിപ്പീറ്റഡ് ഹീറ്റിംഗ്, അൺഈവൻ കൂളിംഗ്, ഹാമറിങ്, വെൽഡിങ്, റിവറ്റിങ്, എക്സ്ട്രൂഡിങ്, പ്രസ്സിങ് എക്സെട്ര. ഏത് പ്രോസസ്സിൽ നമുക്ക് എന്താ സംഭവിക്കാം, ഇതിനൊക്കെ ഇന്റേണൽ സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാം, നോർമലൈസിങ് ചെയ്യാം. ടു പ്രിവെൻറ്റ് വാർപ്പിംഗ്, ഡിസ്റ്റോർഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ. ടു റിഫൈൻ ഗ്രെയിൻ സ്ട്രെസ് എന്ത് ചെയ്യാം, റിഫൈൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നോർമലൈസിങ് ചെയ്യാം. അതിൻ്റെ പ്രോസസ്സ് അനീലിങ്ങിന് സിമിലർ ആണ്. പക്ഷേ ഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഏതായാലും ഹൈപ്പോ ആയാലും ഹൈപ്പർ ആയാലും യു സി ടിക്ക് മുകളിലായിരിക്കും ഹീറ്റ് ചെയ്യുന്നത്. അവിടെ സോക്കിംഗ് ഉണ്ട്. ഇവിടെ കൂൾ ചെയ്യുന്നത് എയറിൻ്റെ സാധനത്തിലായിരിക്കും. അവിടത്തെ പോലെ ഫർണസിനകത്ത് വെച്ച് എക്സ്ട്രീം സ്ലോ കൂളിംഗ് ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്യാം, എയറിൻ്റെ സാധനത്തിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്ലോ കൂളിംഗ് ചെയ്യാം. അവിടെയും കൂളിംഗ് ഏതാണ്ട് സ്ലോ ആയിരിക്കും. അപ്പോൾ സിമിലാരിറ്റി ഉണ്ട്. ഇതാണ് എൻ്റെ ഗ്രാഫുകൾ. ഓക്കെ, അപ്പം ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഹാർഡനിങ്ങും ടെമ്പറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം.